الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. ഏറെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വ ഉള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അവൻ്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ദുൽഹജ്ജ് മാസം നാളെ 1 പിറക്കുകയാണ്. ദുൽഹജ്ജ് മാസം എന്ന് പറയുന്നത് വളരെ അധികം ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത്. നാളെ മുതൽ വളരെ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. ഖുർആനും അതേപോലെ ഹദീസുകളും ഒക്കെ നമുക്ക് അതാ പഠിപ്പിക്കുന്നത്. ദുൽഹജ്ജ് മാസത്തിന്റെ ശ്രേഷ്ഠതകൾ എത്രയോ ശ്രേഷ്ഠത ദുൽഹജ്ജ് മാസത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഖുർആനിൽ ഞാൻ ഓതിവെച്ച ആയത്ത് സൂറത്തു തൗബയിലെ 36-ാമത്തെ ആയത്താണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർള
വമാ വൽ അർള മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം. അല്ലാഹു പറയാണ്, അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളെ സൃഷ്ടിച്ച നാൾ മുതൽ, എന്നാണോ ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് അന്ന് മുതൽ അള്ളാഹുവിന്റെ അടുക്കൽ ഫീ കിതാബിൽ, അള്ളാഹുവിന്റെ രേഖയിൽ അള്ളാഹുവിന്റെ നിയമ വ്യവസ്ഥയിൽ അള്ളാഹു ഒരു നിയമം വെച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിനാകമാനം അള്ളാഹുവിന്റെ ഒരു നിയമമുണ്ട്. അത് ലംഘിക്കാൻ മനുഷ്യർക്ക് പാടുള്ളതല്ല, അതിൻ്റെ അപ്പുറം പോകാൻ പാടില്ല. ഇപ്പൊ മഴയില്ലെങ്കിൽ മനുഷ്യൻ എന്ത് ചെയ്തു? കൃത്രിമ മഴ പെയ്യിപ്പിക്കാൻ നോക്കി. അങ്ങനെ ദുബായിലൊക്കെ മഴ പെയ്യിപ്പിച്ചു, കൃത്രിമ മഴ വന്നപ്പോൾ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങി. എന്ത് പിടിച്ചു നിർത്തി? ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്? നിർത്തണ്ടേ? അതറിഞ്ഞുകൂടാ. കൃത്രിമ മഴ പെയ്യിപ്പിച്ചു, ഭയങ്കര വെള്ളപ്പൊക്കം. ആലോചിച്ച് നോക്കുക. അപ്പൊ മനുഷ്യന്റെ ഇടപെടൽ, മനുഷ്യന്റെ കൈകടത്തൽ, അള്ളാഹുവിന്റെ നിയമ പരിധിയിലേക്ക് മനുഷ്യന്റെ കൈകടത്തൽ, ലഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹർ, കരയിലും കടലിലും നാശം വിതച്ചു. അവന്റെ കരം പ്രവർത്തിച്ചതിനാൽ, അവന്റെ കൈകൾ പ്രവർത്തിച്ചതിനാൽ എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12. അത് 13 ആവൂല, 11 ആവൂല. അത് അങ്ങനെ തന്നെയാണ്. അതിലൊരു മാറ്റം വരുത്താൻ ഒരാളെ കൊണ്ടും സാധിക്കുകയില്ല. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 12ൽ 4 അള്ളാഹു പ്രത്യേകം മാറ്റി നിർത്തുകയാണ്, എടുത്തു പറയുകയാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, അത് 4 പവിത്രമാണ്, മഹത്തരമാണ്, പരിശുദ്ധമാണ് എന്ന് പറയുകയാണ്. യൗമ ഖലഖസ് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ചൊവ്വായ മതം. അതാണ് ചൊവ്വായ മതം. ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും, അതിൽ നിങ്ങൾ നാശമുണ്ടാക്കരുത്, അക്രമം കാണിക്കരുത്. ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ നാശത്തിലേക്ക് വിടരുത് എന്ന്. ആ മാസത്തിൽ പ്രത്യേകമായ ആദരവും ബഹുമാനവും നമ്മൾ കാണിക്കണം. തിന്മകളിൽ നിന്നല്ല പ്രത്യേകിച്ച് നമ്മൾ വിട്ടു നിൽക്കണം. തിന്മകൾ ചെയ്യാൻ പാടില്ല വിശ്വാസികൾക്ക്, പാപം ചെയ്യാൻ പാടില്ല. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഒരു വിശ്വാസി എപ്പോഴും മാറി നിൽക്കണം, അകന്നും സഞ്ചരിക്കണം, തിന്മകളിൽ നിന്നൊക്കെ മാറി ജീവിക്കണം. അതാണ് ഒരു വിശ്വാസിയുടെ. പ്രത്യേകിച്ചും ഈ മാസങ്ങളിൽ അള്ളാഹു പറയുമ്പോഴോ ആ മാസത്തിൽ പ്രത്യേകം നമ്മൾ സൂക്ഷിക്കണം. അതാണ് ആ മാസത്തിന്റെ പവിത്രത എന്ന് പറയുന്നത്. അറബികൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഘട്ടം മുതൽ തന്നെ ഈ മാസങ്ങളെയൊക്കെ പവിത്രമാ കണക്കാക്കി വരുന്ന, അന്നു മുതൽ കണക്കാക്കി വരുന്നത്. അപ്പോൾ ആ മാസങ്ങൾ, അറബികളുടെ സ്വഭാവം എന്താണ്? ഇത് ഹജ്ജിന്റെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവർ യുദ്ധപ്രിയരാണല്ലോ. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുമായി. ഈ ഹജ്ജ് തന്നെ മാറ്റിയൊക്കെ വെക്കും. ഹജ്ജ് തന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നീക്കി വെക്കുമായിരുന്നു, യുദ്ധം നടത്തുമായിരുന്നു. അവരുടെ തോന്നിയവാസമായിരുന്നു, അവർക്ക് ഇഷ്ടം പോലെ അവർ പ്രവർത്തിക്കുമായിരുന്നു. അതിനെ വിലക്കിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഈ മാസങ്ങൾ, ഈ പവിത്രമായ മാസങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഏതൊക്കെയാണെന്ന് കൃത്യമായി നമുക്ക് ഹദീസിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സലാസത്തും മുതവാലിയാത്തുൻ ദുൽഖഅദ് വദുൽഹിജ്ജ വൽമുഹറം വറജബു അല്ലദീ ബൈന ജമാദി വശഅബാൻ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തരികയാണ്. ഏതാണ് ആ 4 3 പറഞ്ഞത്? സലാസത്തും മുതവാലിയാത്തുൻ, തുടർന്ന് വരുന്നത്, ഒന്നിനു പിറകെ തുടർന്ന് വരുന്നത്. ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം. പിന്നെ പറഞ്ഞത് ഏതാണ്? റജബാണ് പറഞ്ഞത്. റജബ് അത് ഏതിൻ്റെ ഇടയിലാണ്? ജമാദിന്റെയും ഷഅബാന്റെയും ഇടയിലാണ് റജബ്. അത് മുളർ ഗോത്രക്കാരുടെ റജബെന്നും പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ മാസങ്ങൾ പവിത്രമാണ്. അവിടെ നമ്മൾ പ്രത്യേകമായ
ആദരവും ബഹുമാനവും പുലർത്തണം. നമ്മൾ റമദാൻ വരുമ്പോൾ നമ്മൾ പ്രത്യേകമായ ഒരു തഖ്വയിലേക്ക് നമ്മൾ കടക്കുന്നത് പോലെ ഈ ദിനങ്ങൾ വരുമ്പോൾ, ദുൽഹജ്ജ് ഒക്കെ വരുമ്പോൾ, ആ ദുൽഹജ്ജിന്റെ പ്രത്യേകിച്ചും ആദ്യത്തെ 10 ദിനങ്ങൾ വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏതാണ്? നമുക്കറിയാം, സൂറത്തുൽ ഫജ്റിൽ അള്ളാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ ഫജ്രി വലയാലിൻ ആശിരിൻ വശഫി വൽ വത്ർ എന്ന് പറയുന്നു. അതിന്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നു, വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം, വലയാലിൻ ആശിർ, 10 രാത്രികൾ തന്നെയാണ് സത്യം, 10 രാവുകൾ തന്നെയാണ് സത്യം. എന്നിട്ട് ഈ ആയത്തിനെ സംബന്ധിച്ച് ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുകയാണ്, വല്ലയാലി അശിർ എന്ന് പറഞ്ഞാൽ അൽ മുറാദു ബിഹ അശറു ദിൽഹിജ്ജ, അത് ദിൽഹിജ്ജയിലെ 10 ദുൽഹജ്ജ് മാസത്തിലെ 10 ദിനങ്ങളാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയുക. കമാ ഖാല ഇബ്നു അബ്ബാസ് വ ഇബ്നു സുബൈർ വ മുജാഹിദ് വ ഗൈറു വാഹിദിൻ മിന സലഫി വൽ ഖലഫ്, അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം വിവരിച്ചു തരികയാണ്, കമാ ഖാലഹു, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പോലെ. ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, വ മുജാഹിദ് റളിയല്ലാഹു അൻഹു, വ ഗൈറു വാഹിദിൻ, അവരെ കൂടാതെ മിന സലഫി വൽ ഖലഫ്, മുൻഗാമികളും പിൻഗാമികളുമായ മഹാന്മാരായ ആളുകളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഈ വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് മാസത്തിലെ 10 ദിനങ്ങളെ സംബന്ധിച്ചാണെന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, എത്രമാത്രം പവിത്രതയുള്ള ദിനങ്ങളാണ്. അപ്പോൾ ഈ മാസത്തിൽ നമുക്ക് അമലുകൾ വർദ്ധിപ്പിക്കുക, നമ്മൾക്ക് ചെയ്യാനുള്ളത് അമലുകൾ വർദ്ധിപ്പിക്കുക. നോമ്പ് പിടിക്കാം, 1 മുതൽ 9 വരെ ഒക്കെ നോമ്പെടുക്കാമെന്ന് പറയുന്നുണ്ട്. 1 മുതൽ 9 വരെ നോമ്പെടുക്കാം. ഈ 9 നമുക്ക് അറഫ ഉണ്ട്, അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? 1 മുതൽ ദുൽഹജ്ജ് 1 മുതൽ 9 വരെ നോമ്പെടുക്കാം എന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതേപോലെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ നടത്തുക, ദാനധർമ്മം, ദിക്റുകൾ ഒക്കെ വർദ്ധിപ്പിക്കുക, ഖുർആൻ പാരായണം, അതേപോലുള്ള സൽപ്രവർത്തനങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കുക, ധർമ്മം ചെയ്യുക, കൊടുക്കുക, ഇതൊക്കെ നമുക്ക് ഈ ദിനങ്ങളിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഇത്രമാത്രം പവിത്രത ഈ ദിനങ്ങൾക്ക് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രമാത്രം പവിത്രത എന്ന് പറയുമ്പോൾ ഇമാം ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫതഹുൽ ബാരിയിൽ പറയുകയാണ്, വല്ലദീ യുദ്ഹിറു അന്ന സബബ ഇംതിയാസി അശറ ദിൽഹിജ്ജ ലിമകാനി ഇജ്തിമാഉ ഉമ്മഹാത്തിൽ ഇബാദാത്തി ഫീഹി വഹിയ അസ്സലാത്ത് വസ്സിയാം വസ്സദഖ വൽ ഹജ്ജ്. ഈ ഹജ്ജൊന്നും ഒരുമിച്ച് വരുത്തില്ലല്ലോ, ഈ എല്ലാ ഇബാദാത്തുകളും കൂടി ഒരുമിച്ച് വരുന്നു എന്നുള്ളതാണ് ഈ ദിനങ്ങളിലെ പ്രത്യേകത എന്നാണ് എടുത്തു പറയുന്നത്. എല്ലാ ഇബാദത്തുകളും കൂടി ഒരുമിച്ച് വരുന്നു ഈ ദിനങ്ങൾ, ഈ 10 ദിനങ്ങളിൽ. എന്തൊക്കെ ഉണ്ട്? സാധാരണ ഹജ്ജ് കാണുകയില്ലല്ലോ, മറ്റു മാസങ്ങളിൽ ഹജ്ജിന്റെ ആ ഒരു ദിനങ്ങളിൽ മാത്രമാണല്ലോ. പക്ഷെ ഈ ദിനങ്ങളിൽ ഹജ്ജ് കൂടി ഉണ്ടാകുന്നു, സ്വലാത്തുണ്ടാകുന്നു, നോമ്പുണ്ടാകുന്നു, സ്വദഖ, അതേപോലെ ഹജ്ജ്. വലാ യഅതി ദാലിക ഫീ ഗൈരിഹി, മറ്റ് സമയങ്ങളിലൊന്നും ഈ ദിനങ്ങൾ കടന്നു വരുന്നില്ല. അപ്പോൾ സഹോദരങ്ങളെ, വളരെ അധികം പവിത്രതയും ശ്രേഷ്ഠതയും ഉള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു ഈ ദിനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അയ്യാമ മഅലൂമാത്ത്, എണ്ണപ്പെട്ട ദിനങ്ങൾ എന്ന് പറയുന്നുണ്ട്. എണ്ണപ്പെട്ട ദിനങ്ങൾ, അത് ഈ ദിനങ്ങളെ കുറിച്ചാണ്. അള്ളാഹു പറയുന്നുണ്ട്, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ അലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഹജ്ജിന്റെ വിളംബരം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു പ്രഖ്യാപിക്കാൻ പറയുന്ന ആ ആയത്തിന് തൊട്ടു താഴെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലിയശ്ഹദു മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമി മഅലൂമാത്ത്. അവർ സ്മരിക്കുവാൻ വേണ്ടി
അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ. സൂറത്തുൽ ഹജ്ജിലെ 28-ാമത്തെ ആയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നത്. ഈ നിശ്ചിതമായ ദിനങ്ങളെ അവന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബലി അറുക്കുവാനും അതേപോലെ തന്നെ ആ ബലിയിൽ നിങ്ങൾ ഭക്ഷിപ്പിക്കുവാനും ആരെ? അലാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, ഫഖീറിനെയും അതേപോലെ പരവശനെയും. പരവശൻ, ബായിസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുന്നവൻ, പ്രയാസപ്പെടുന്നവൻ, കഷ്ടപ്പെടുന്നവൻ, മിസ്കീൻ എന്ന് വേണമെങ്കിൽ പറയാം. അവരെയും ഒക്കെ ഭക്ഷിപ്പിക്കാൻ വേണ്ടിയാണ് മൃഗം. ബലിയാണല്ലോ പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്ന് പറയുന്നത്, ഈ ദിനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം. അപ്പൊ ഇതെന്താണ് ഇതിന്റെ പ്രത്യേകത? എന്താ? മാംസം ഭക്ഷിക്കാൻ കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് ലഭിക്കുന്നു അല്ലെ? ഹജ്ജിന്റെ വേളയിലൊക്കെ ദരിദ്ര രാജ്യങ്ങളിലേക്ക് ആ മാംസം കയറ്റി അയക്കുന്നുണ്ട്. അത് ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല, വർഷങ്ങൾക്ക് മുമ്പേ ഈ സോമാലിയ പോലുള്ള വളരെ അധികം ദാരിദ്ര്യം ഉള്ള രാജ്യങ്ങളിലേക്ക് ഈ മാംസം കയറ്റി അയക്കാറുണ്ട്. അപ്പൊ അതങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അപ്പോൾ ഈ അയ്യാമി മഅലൂമാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് ഈ ദിനങ്ങളാണ്. ഏതൊക്കെ ദിനങ്ങൾ അതിനകത്ത് കടന്നു വരുന്നു? ദുൽഹജ്ജ് 8, യൗമു തർവിയ എന്ന് പറയുന്നു. യൗമു തർവിയ, ഹാജിമാർ ഹജ്ജിനുള്ള ഒരുക്കം നടത്തുന്ന, അവര് വെള്ളമൊക്കെ ശേഖരിക്കുന്ന ദിവസങ്ങളാണ് യൗമു തർവിയ. ഹജ്ജിന് മിനായിലേക്ക് എത്താൻ വേണ്ടി മക്കയിൽ നിന്നൊക്കെ വിവിധ പ്രദേശങ്ങളിലൊക്കെ മിനായിലേക്ക് പോകണം. മിനായിൽ നിന്നാണ് അത് അങ്ങനെ തുടങ്ങുന്നത്. യൗമു തർവിയ, ദുൽഹജ്ജ് 8 യൗമു തർവിയ. അതുപോലെ തന്നെ പിന്നെ നടക്കുന്നതാണ് യൗമു അറഫ. ദുൽഹജ്ജ് 9 യൗമു അറഫ. അതുപോലെ തന്നെ അറഫയെ കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത 2-ാമത്തെ ഖുതുബയിൽ ഒരല്പം കാര്യം സൂചിപ്പിക്കാം. അതേപോലെ തന്നെ യൗമുൻ നഹർ അഥവാ വൻഹർ എന്ന സൂറത്ത് ഇല്ലേ? ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ, യൗമുൻ നഹർ, അതായത് ബലിയുടെ ദിവസം. ഉദഹിയത്തിന്റെ, നമ്മൾ ഉദഹിയത്ത് എന്ന് പറയും. ഹാജിമാരെ ഹദി എന്ന് പറയും. അവരെ ഹദിയ അറുക്കണം, നമ്മൾ ഉദഹിയത്ത് അറുക്കണം. അപ്പോ ആ ദിവസത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യൗമുൻ നഹർ എന്നാണ്. മനസ്സിലായോ? യൗമുൻ നഹർ. ഈ ദിവസത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹജ്ജ് 10 യൗമുൻ നഹറിനെ കുറിച്ച് പറഞ്ഞത് ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല യൗമുൻ നഹർ സുമ്മ യൗമുൽ ഖിർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹി, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം യൗമുൻ നഹറാണ്. നമ്മളൊക്കെ ആ ദിവസങ്ങളിൽ എന്താണ് നമ്മുടെ പ്രത്യേകത? എന്താ? പെരുന്നാൾ ദിനമാണ്. അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കുന്ന ദിനമാണ്. അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുന്ന, തക്ബീറുകൾ മുഴക്കുന്ന ദിനമാണ്. ഭക്ഷണം, പ്രത്യേകമായ വിശേഷമായ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ദിവസമാണത് യൗമുൻ നഹർ. ബലി മൃഗത്തെ അറുക്കുകയും അതിൽ നിന്ന് നമ്മൾ ഭക്ഷിക്കുകയും മറ്റുള്ളവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ദിനമാണ്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് ഈ 10 ദിനങ്ങൾ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ പറയുകയും സ്വഹാബികൾ നബിയോട് ചോദിക്കുകയും ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. അല്ലാഹുവിനെ ഇത്രമേൽ അല്ലാഹു സൽക്കർമ്മങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റു ദിവസങ്ങളില്ല. നമ്മൾ ഈ ദിവസങ്ങളുടെ പ്രത്യേകത പറയുകയാണ്. ഇപ്പൊ ഇത് കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനക്കങ്ങൾ ഉണ്ടാവണം, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മനസ്സുണ്ടാവണം. അടുത്ത കൊല്ലം നമ്മൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. അടുത്ത കൊല്ലത്തെ ആവട്ടെ എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. ഇപ്പോഴെന്ത് ചെയ്യാൻ പറ്റുമോ കഴിയുമോ അപ്പോൾ ചെയ്യുക. ഇതല്ല, എന്തെങ്കിലും ഒരു ഖുർആനായി തോതി എടുത്ത് ഖുർആനോ പാരായണം ചെയ്യാം, ആ ദിവസത്തിന്റെ മഹത്വം ഓർത്തുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ അള്ളാഹുവിന് സൽക്കർമ്മങ്ങൾ ഇത്രയേറെ ഇഷ്ടപ്പെടുന്ന മറ്റു ദിവസങ്ങളില്ല. നബിയോട് ചോദിച്ചു അല്ലാഹു ഫഖാലു, അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും വലുതാണോ അത്?
ഈ ദിനങ്ങളിലെ കർമ്മങ്ങൾ ജിഹാദിനേക്കാളും, ജിഹാദ് വലിയ മഹത്തരമുള്ള പുണ്യകർമ്മമാണല്ലോ ജിഹാദ് എന്ന് പറയും, അതിനേക്കാളും മഹത്തരമാണോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അതെ ജിഹാദിനേക്കാളും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും ശ്രേഷ്ഠമാണ് ഈ ദിനങ്ങൾ. എന്നിട്ട് നബി പറഞ്ഞു ഇല്ലാ റജുലുൻ, ഒരു മനുഷ്യനൊഴികെ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഉ മിൻ ദാലിക ബിശൈ, അവൻ യുദ്ധത്തിന് പോയി അവന്റെ സമ്പത്തും ശരീരവുമായിട്ട് യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു, ഫലം യർജിഉ മടങ്ങിയില്ല, മിൻ ദാലിക ബിശൈ ഒന്നും കൊണ്ടും ഇങ്ങോട്ട് തിരിച്ചു വന്നില്ല എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ അവിടെ പോയി ഷഹീദായി, രക്തസാക്ഷിയായി. അതിൻ്റോളം ഇതുകൊണ്ടാവുകയില്ല, വരികയില്ല. പക്ഷേ എന്നാൽ അതിൻ്റെ അത്രയും അതിനടുത്ത് നിൽക്കുന്ന കർമ്മങ്ങളാണ് ഈ ദിനങ്ങളിൽ നാം ചെയ്യുന്ന അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ നമ്മുടെ മുന്നിലെത്തുമ്പോൾ നമ്മൾ പുണ്യങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുക. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ ദുൽഹജ്ജ് 10 ദിനങ്ങളിലെ ശ്രേഷ്ഠത പറഞ്ഞുകൊണ്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഫഅക്സിറു ഫീഹിന്ന മിന തഹ്ലീൽ വതക്ബീർ വതഹ്മീദ്, നിങ്ങൾ ആ ദിനത്തിൽ അഫഅക്സിറു നിങ്ങൾ വർദ്ധിപ്പിക്കുവിൻ, ഫീഹിന്ന അതിൽ മിന തഹ്ലീൽ തഹ്ലീൽ വർദ്ധിപ്പിക്കണം, വതക്ബീർ തക്ബീർ വർദ്ധിപ്പിക്കണം, വതഹ്മീദ് തഹ്മീദ് അൽഹംദുലില്ലാഹ് വർദ്ധിപ്പിക്കണം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ വല്ല ചെലവൊന്നുമില്ലല്ലോ, നമുക്ക് പ്രത്യേകിച്ചും ചെലവൊന്നുമില്ല. നമ്മൾ തയ്യാറായാൽ മാത്രം മതി, പുണ്യങ്ങൾ ഇങ്ങ് വന്നോളും, പുണ്യങ്ങൾ നമുക്ക് ഇനി കിട്ടിക്കോളും, ഒരു ചെലവുമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഈ ദിനങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതുപോലെ നാം തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ തക്ബീർ അല്ലാഹു അക്ബർ വ തഹ്മീദ് അൽഹംദുലില്ലാഹ് ഇതൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. മഹാന്മാരായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും ഈ ദിനങ്ങളിലൊക്കെ വരുമ്പോൾ അവർ അങ്ങാടിയിലേക്ക് പോയിട്ട് ഉച്ചത്തിൽ തക്ബീർ മുഴക്കുമായിരുന്നു. ഈ ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഉച്ചത്തിൽ തക്ബീർ മുഴക്കുമായിരുന്നു. അത് കേട്ടിട്ട് മറ്റുള്ളവരും അത് ഏറ്റു ചൊല്ലാറുണ്ടായിരുന്നുവെന്ന് ഹദീസുകളിൽ ബുഖാരിയിലൊക്കെ കാണാവുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. നല്ല ദിനങ്ങളാണ് ഇതാ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ അതിന് തയ്യാറാവുക, ആ പുണ്യങ്ങൾ നേടിയെടുക്കാൻ. റമദാനിൽ എത്രമാത്രം നമ്മൾ ഒരുങ്ങി പുറപ്പെടാറുണ്ടോ അതുപോലെ തന്നെ ഒരു ഒരുക്കം നമ്മളിൽ തന്നെ നടത്തുക, നമ്മളെ മാറ്റിയെടുക്കുക. നാം പറഞ്ഞതുപോലെ ഇതാ അള്ളാഹു ഉണ്ട്, എല്ലാം കാണുന്ന റഹ്മാനായ റബ്ബിദ മുകളിലിരിപ്പുണ്ട്, നമ്മുടെ കാര്യങ്ങൾ കേൾക്കാനും ഉത്തരം ചെയ്യാനും. അള്ളാഹു വരുന്ന ആകാശത്തിന് താഴെയിലേക്ക് വരുന്ന ദിനങ്ങളാണ് ഈ ദിനങ്ങൾ എന്ന് പ്രത്യേകം നമ്മൾ സ്മരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ പുണ്യങ്ങൾ നേടിയെടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين وصلى الله على نبي المرسلين وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് തഖ്വ കൈവരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അറഫയെ സംബന്ധിച്ച് പറയുകയാണ്. നമുക്കറിയാം ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് ഹജ്ജ് അറഫ എന്ന് പറയുന്നത്. ഹജ്ജിലെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം അത് അറഫയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഹജ്ജു അറഫ, അറഫയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അവിടെ ആ ദിവസം ആ സമയങ്ങളിലൊക്കെ ഹാജിമാർ അവർ മിനയിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു? അറഫയിലേക്ക് പോകുന്നു. അറഫയിൽ സൂര്യൻ ഉദിച്ചതിന് ശേഷം അറഫയിലേക്ക് നീങ്ങി
അവിടെ ഉച്ച മുതൽ സൂര്യാസ്തമയം വരെയും അറഫയിൽ അവർ കഴിച്ചു കൂട്ടുകയാണ്. അവിടെ വളരെ ശ്രേഷ്ഠമായി ഈ പറഞ്ഞ പോലെ ദിവസങ്ങളുടെ കൂട്ടൽ. അറഫയെ ഞാൻ പ്രത്യേകം മാറ്റി വെച്ച് പറയുന്നത് അതിൻ്റെ പ്രത്യേകത ഒന്നുകൂടി നിങ്ങളുടെ മനസ്സിൽ തറക്കാൻ വേണ്ടി. അറഫയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ തന്നെ പരാമർശം വന്നിട്ടുണ്ട് അറഫയെ സംബന്ധിച്ച്. ഏതാണ്? നമ്മൾ സൂറത്ത് വസ്സമായി ദാത്തിൽ ബുറൂജ്, സൂറത്തുൽ ബുറൂജ് നമ്മൾ ഓതുമ്പോൾ വസ്സമായി ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ്, നക്ഷത്ര മണ്ഡലങ്ങളുള്ള ഈ ആകാശം തന്നെയാണ് സത്യം. വൽ യൗമിൽ മൗഊദ്, വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ ദിവസം തന്നെയാണ് സത്യം. വശാഹിദിൻ വമശ്ഹൂദ്, സാക്ഷിയും സാക്ഷ്യം വഹിക്കപ്പെടുന്ന കാര്യവും തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ ഈ മശ്ഹൂദ് എന്നത് അറഫാ ദിനത്തെ കുറിച്ചാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മശ്ഹൂദ് എന്ന് പറയുന്നത് അറഫ ദിനത്തെ സംബന്ധിച്ച്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ യൗമുൽ മൗഊദ് യൗമുൽ ഖിയാമ വൽ യൗമുൽ മശ്ഹൂദ് യൗമു അറഫ വശാഹിദ് യൗമുൽ ജുമുഅ. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താണ് പറഞ്ഞത്? അൽ യൗമുൽ മൗഊദ് എന്ന് പറഞ്ഞാൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസം എന്ന് പറഞ്ഞത് അത് യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിനെ കുറിച്ചാണ്. വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസം അല്ലേ? അത് അള്ളാഹു കൃത്യമായി നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ്. ഈ സ്വർഗവും നരകവും പരലോകത്തെ സംബന്ധിച്ചും യൗമുൽ ആഖിർ, പരലോകം അവസാന നാളിനെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായി പറഞ്ഞു തന്ന അന്ത്യദിനത്തെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ എന്നൊക്കെ അള്ളാഹു നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അപ്പോൾ ആ യൗമുൽ ഖിയാമത്തിനെ സംബന്ധിച്ചാണ് യൗമുൽ മൗഊദ് എന്ന് പറഞ്ഞത്. വൽ യൗമുൽ മശ്ഹൂദ് യൗമു അറഫ, സാക്ഷ്യം വഹിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞത് യൗമു അറഫയെ കുറിച്ചാണ്. അപ്പോൾ നോക്കുക സഹോദരങ്ങളെ, എത്രമാത്രം പ്രാധാന്യം ഈ അറഫ ദിനത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ അറഫ ദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിന്, ഒന്നാം ആകാശത്തേക്കെന്നല്ല അതിനും താഴെയിലേക്ക് അള്ളാഹു ഇറങ്ങി വരുമെന്നാണ്. ഇവിടെ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് എല്ലാ ദിവസവും രാത്രി ഇറങ്ങി വരാറുണ്ട്. അതിനും താഴെ പകലിൽ അള്ളാഹു ഇറങ്ങി വരികയാണ്. നമ്മൾ നോക്കുക, അള്ളാഹു ഇതിനു വേണ്ടി മാത്രം വരികയാണ്. ഇന്നല്ലാഹ തആല യുബാഹി മലായികതഹു അശീതു അറഫ ബി അഹ്ലി അറഫ യഖൂൽ ഉൻദുറു ഇലാ ഇബാദി ആതൂനി ശുഗ്സം വ ഉബ്റാ. അള്ളാഹു മലക്കുകളോട് പറയുകയാണ്, പ്രശംസിച്ചുകൊണ്ട് അഭിമാനത്തോടു കൂടി മലക്കുകളോട് പറയും. അള്ളാഹു മലക്കുകളോട് അഭിമാനത്തോടു കൂടി പറയും, ഇതാ നോക്കൂ എൻ്റെ അടിയാന്മാർ. ഈ അറഫയിലെ ആ കാഴ്ച അതിമനോഹരമാണ്. അള്ളാഹു പറയുകയാണ് മലക്കുകളോട് ഇങ്ങനെ അള്ളാഹു പ്രശംസിച്ചു പറയും. എപ്പോഴും എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം പറയുമ്പോൾ മലക്കുകളെ വിളിച്ചു പറയും, ഇത് കണ്ടോ മനുഷ്യർ. കാരണം എന്താണ്? നമ്മുടെ സൃഷ്ടിപ്പിന്റെ നാളിൽ വൈദഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫതൻ ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ എന്ന് ചോദിച്ചില്ല മലക്കുകൾ. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തയും ചെയ്യുന്നവരെ സൃഷ്ടിക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചിരുന്നു മലക്കുകൾ അന്ന്. അപ്പോൾ പിന്നീട് മനുഷ്യന്റെ നല്ല പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ മലക്കുകളെ വിളിച്ചു പറയും, കണ്ടോ എൻ്റെ അടിയാന്മാർ ഇതാ വന്നിരിക്കുകയാണ്. എന്താണ് അവരുടെ ആവശ്യം എന്ന് അള്ളാഹ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അറഫ വരാൻ പോകുന്നത് എപ്പോഴാണ്? അവിടെ ആജിമാർ നിൽക്കുന്നതിൻ്റെ പിറ്റേന്നാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഒരു സംശയം നമുക്കുണ്ടാവും, ആജിമാർ അവിടെ നിൽക്കുമ്പോഴല്ലേ നമ്മൾ പിന്നെ നോമ്പെടുക്കേണ്ടത് എന്ന്. അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ദുൽഹജ്ജ് 9 എന്നേ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളൂ. അതല്ലാതെ ഹാജിമാർ അറഫയിൽ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ നോമ്പ് പിടിക്കാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ പിന്നെ ചില ആളുകളൊക്കെ പറയും, ഇത് അങ്ങനെ അല്ലല്ലോ, ഐക്യദാർഢ്യമല്ലേ. ഐക്യദാർഢ്യമൊന്നും പ്രവാചകൻ പറഞ്ഞിട്ടില്ല. ഇത് അവിടെ നിൽക്കുന്ന ഹാജിമാരോട് ഉള്ള ഐക്യദാർഢ്യമാണെന്ന് പറഞ്ഞിട്ടില്ല. അതൊക്കെ പിന്നീട് ചില ആളുകളൊക്കെ ഭംഗി വാക്കിന് വേണ്ടി പറഞ്ഞതാണ്.
അല്ലാതെ അതിലൊന്നും വലിയ കാര്യമില്ല. ഭംഗിവാക്കിന് വേണ്ടി പറയുക. അങ്ങനെ ഐക്യദാർഢ്യമാകണമെങ്കിൽ എന്ത് വേണം? അവർ നോമ്പെടുക്കണ്ടേ? അവർക്ക് നോമ്പില്ലല്ലോ. അപ്പം നമ്മൾ നോമ്പെടുക്കലാണോ ശരി? അറഫയിൽ നിൽക്കുന്ന ആളുകൾക്ക് നോമ്പില്ല. അവർ പ്രാർത്ഥനയിലും ദിക്റിലും ഖുർആൻ പാരായണത്തിലും അവരുടെ ഒക്കെ കാര്യങ്ങളിലാണ് അവർ നിലകൊള്ളുന്നത്. അവർക്ക് ചെയ്യാനുള്ള നിസ്കാരവും ഒക്കെ സമയത്ത് നിസ്കരിക്കുക എന്നൊക്കെയാണ്. അവർക്ക് നോമ്പില്ല. അങ്ങനെ ഐക്യദാർഢ്യമായിരുന്നുവെങ്കിൽ എന്ത് വേണം? നോമ്പെടുക്കണമായിരുന്നു. അപ്പോൾ ഐക്യദാർഢ്യമല്ല സഹോദരങ്ങളെ. എന്നാണോ എന്ന് മാത്രമല്ല, ഖുറൈബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ഇങ്ങനെ, എന്താണ്, മുആവിയ റളിയല്ലാഹു അൻഹു സിറിയയിൽ ജീവിച്ചിരിക്കുന്നു. ഒരാൾ സിറിയയിൽ ചെന്നപ്പോൾ അവിടെ അന്ന് വെള്ളിയാഴ്ച നോമ്പ്. അയാൾ അവിടുത്തെ നോമ്പിൻ്റെ അവസാനം മദീനയിലേക്ക് വന്നു. മദീനയിലേക്ക് വന്നപ്പോൾ ഇവിടെ നോമ്പ് തീർന്നിട്ടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട് ആ മനുഷ്യനോട്, എപ്പോഴായിരുന്നു നിങ്ങൾക്ക് അവിടെ നോമ്പ് തുടങ്ങിയത്? അത് ഞങ്ങൾക്ക് വെള്ളിയാഴ്ചയായിരുന്നു ഞങ്ങൾക്ക് നോമ്പ്. ഞങ്ങൾക്ക് ശനിയാഴ്ചയായിരുന്നു. അപ്പോൾ ഈ മനുഷ്യൻ ചോദിക്കുന്നുണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട്, അവിടെ മുആവിയയുടെ കാഴ്ചയും അവരുടെ നോമ്പൊക്കെ പോരെ നിങ്ങൾക്ക് തെളിവ് എന്ന് പറയുമ്പോൾ പോരാ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ എന്നാണോ മാസം കാണുന്നത് അന്ന് നോമ്പെടുക്കാനും തുറക്കാനുമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചുള്ളൂ. അപ്പോൾ അതിലേക്ക് ഒരു സംശയത്തിന് ഇടവേണ്ട. എന്നാണോ നമ്മുടെ നാട്ടിൽ ദുൽഹജ്ജ് 9 എന്നാണോ അന്നാണ് അറഫ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് അമലുകൾ ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. യഥാർത്ഥ മുഅ്മിനായി ജീവിക്കുവാനും മുസ്ലിമായി ഈമാനോടുകൂടി മരിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ സഹോദരങ്ങൾ അങ്ങ് പുണ്യഭൂമിയിൽ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി കാത്തു നിൽക്കുകയാണ്. അള്ളാഹു എല്ലാവർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച് ശാന്തമായി തിരിച്ച് അവരവരുടെ വീടുകളിലേക്ക് എത്താനുള്ള എല്ലാവിധ തൗഫീക്കും അനുഗ്രഹവും ആയുസ്സും ആഫിയത്തും അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്കും ആ പുണ്യഭൂമിയിൽ എത്തുവാനും പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അനുഗ്രഹീതമായ മഴ നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിൽ ഹാജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.